നമസ്കാരം. എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നാറാണത്ത് ഭ്രാന്തനെക്കുറിച്ച് കേൾക്കാത്തതായി ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. സകല ശാസ്ത്രപാരംഗതനും നല്ല പൗരാണികനും വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സേവകനുമായിരുന്ന വരരുചി എന്ന ബ്രാഹ്മണോത്തമൻ്റെ 12 മക്കളിൽ ഒരാളായിരുന്നു നാറാണത്ത് ഭ്രാന്തൻ. ഭിക്ഷയെടുത്ത് ഉപജീവനം നടത്തിയിരുന്ന ഇദ്ദേഹത്തിൻ്റെ ദിവ്യത്വങ്ങൾ വളരെയാണ്. അതിലൊന്ന് ഞാനിവിടെ സൂചിപ്പിക്കാം. നാറാണത്ത് ഭ്രാന്തൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ചെമ്പുപാത്രം ഉണ്ടായിരിക്കും. ഭിക്ഷ യാചിച്ച് അന്നന്ന് കിട്ടുന്ന അരി മുഴുവനും വൈകുന്നേരമാകുമ്പോൾ എവിടെ എത്തുന്നുവോ അവിടെ വെച്ച് സ്വയം പാകം ചെയ്ത് കഴിക്കുകയാണ് പതിവ്. സ്വന്തമായി പാകം ചെയ്ത ഭക്ഷണമല്ലാതെ മറ്റൊന്നും അദ്ദേഹം കഴിക്കാറില്ല. ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുന്ന പതിവുള്ളൂ. ഭക്ഷണം കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്നുറങ്ങും. നേരം വെളുത്താൽ അവിടെ നിന്നും യാത്ര തുടങ്ങും. യാത്രക്കിടയിൽ വഴിയിലൂടെ കട്ടുറുമ്പുകൾ കൂട്ടം കൂടി വരിവരിയായി പോകുന്നത് കണ്ടാൽ അവയെ എല്ലാം എണ്ണിക്കൊണ്ടിരിക്കുന്ന പതിവുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു ദിവസം നാറാണത്ത് ഭ്രാന്തൻ ഉറുമ്പുകളെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അടുത്തു ചെന്ന് എത്രയായി എന്ന് ചോദിച്ചു. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ മറുപടിയായി 10,000 പോയി, ഇനി 10,000 അതുകൂടി പോകണം, എന്നാൽ സുഖമായി എന്ന് മറുപടി പറഞ്ഞു. ഈ ചോദിച്ചയാൾക്ക് കുറേ കാലമായി വയറ്റിൽ കഠിനമായ വേദനയുണ്ടായിരുന്നു. അതിന് ചികിത്സയ്ക്കും മറ്റുമായി 10,000 രൂപ ചിലവായിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൾ 10,000 രൂപ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞതിൻ്റെ സാരം, ആ 10,000 രൂപ കൂടി ചിലവായാൽ ഇയാളുടെ വയറ്റിൽ വേദന ഭേദമാകുമെന്നായിരുന്നു. ഇത് കേട്ട് ആ മനുഷ്യൻ സൂക്ഷിച്ചു വച്ചിരുന്ന 10,000 രൂപ ചികിത്സയ്ക്കും സൽക്കർമ്മങ്ങൾക്കുമായി ചെലവഴിച്ചു എന്നും അതോടെ വയറുവേദന സുഖപ്പെടുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. മലപ്പുറം ജില്ലയിലെ തിരുവേഗപ്പുറ പഞ്ചായത്തിൽ രായിരനെല്ലൂർ എന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അടുത്തുള്ള ഒരു വലിയ മലമുകളിലേക്ക് ഒരു വലിയ കല്ല് ഉരുട്ടിക്കയറ്റി മുകളിലെത്തിയാൽ അത് ഉരുട്ടി താഴത്തേക്കിട്ട് കൈകൊട്ടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വിനോദമായിരുന്നു. അതിനാലായിരിക്കാം അദ്ദേഹം ഭ്രാന്തനെന്ന് മുദ്ര കുത്തപ്പെട്ടത്. നാറാണത്ത് ഭ്രാന്തനോടുള്ള ബഹുമാന സൂചകമായി ഇന്നും ജനങ്ങൾ തുലാമാസം 1-ാം തീയതി ഈ മല കയറുന്ന പതിവുണ്ട്. ചെങ്കുത്തായ വഴിയിലൂടെ മല കയറി പടിഞ്ഞാറ് ഭാഗത്തുള്ള പടവുകൾ വഴി ഇറങ്ങുകയാണ് പതിവ്. മലമുകളിൽ നാറാണത്ത് ഭ്രാന്തൻ്റെ 18 അടിയോളം പൊക്കമുള്ള ഒരു പൂർണ്ണകായ പ്രതിമയും ഭ്രാന്താചലം എന്ന് പറയുന്ന 3 ഗുഹകളുമുണ്ട്. രായിരനെല്ലൂർ മല കയറുന്നവർക്ക് കർമ്മം മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.